ഗൈസ് വെൽക്കം ടു പ്രസാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ BTC 97K നമ്മൾ ഇന്നലെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഗ്രൂപ്പ് പറഞ്ഞ പോലെ പബ്ലിക് ഗ്രൂപ്പിൽ എന്തായാലും എല്ലാവരും ജോയിൻ ചെയ്യണം. നമുക്ക് ചെറിയ ചെറിയ അപ്ഡേറ്റ് ചാർട്ട് അപ്ഡേറ്റ്സ് ഒക്കെ നൽകുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് അപ്ഡേറ്റ്സുകൾ അറിയാലോ. അപ്പോൾ അത് പറഞ്ഞ പോലെ BTC 97ൻ്റെ ബിലോ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ വീക്ക് 8 ക്രിസ്മസ് ലീവുകൾ വരുന്നു. വോള്യൂം കുറയാനുള്ള സാധ്യതകൾ നമ്മൾ മുമ്പേ സംസാരിച്ചതാണ്. ആഘോഷ രാവുകൾ വരുന്ന സമയത്ത് ഈ വീക്ക് 8 കൂടി ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഒരു വോള്യൂം കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീക്ക് 8 എന്ന് പറയുന്നത് 97ൻ്റെ ബിലോ ആയതുകൊണ്ട് തന്നെ ഇനിയുള്ള ഈ പറയുന്ന വീക്കിൽ നമുക്ക് എന്ത് ചെയ്യപ്പെടാം, ഒരു സ്ലോ ബ്ലീഡ് അല്ലെങ്കിൽ ഒരു BTCയിൽ ഒരു കറക്ഷൻസ് ഉണ്ടാവും. 2013-ലും 2017-ലും 2021-ലൊക്കെ വീക്ക് 8 ഇതേപോലെ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഈ വീക്കിലും ഇപ്പോൾ ഓൾറെഡി 94 നിൽക്കുന്നുണ്ട്. ഈ വീക്കിലും നമുക്ക് ഒരു വലിയൊരു വോള്യൂം പ്രതീക്ഷിക്കണ്ട. പക്ഷെ അതേ സമയത്ത് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ ഇങ്ങനെയുള്ള സമയങ്ങളാണ് ശരിക്കും മാർക്കറ്റിന് യൂസ്ഫുൾ ആവുന്നത്. മാർക്കറ്റിൽ വേണ്ടത് ഇങ്ങനെയുള്ള സമയം. ഉദാഹരണത്തിന് ഡോജിനെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഡോജ് 0.14 0.47 വരെ കയറിയ ഡോജിന് റീബയിങ് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ആരൊക്കെയാണ് ആ സമയത്ത് ഇപ്പോൾ 0.4 0.35 0.43 തന്നെ വാങ്ങിയതാരാ? ന്യൂബീസാണ്. അവരൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് അല്ലെങ്കിൽ വെയിൽസൊക്കെ വാങ്ങിക്കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. എങ്കിലേ ഡോജിന് എന്ത് ചെയ്യാൻ പറ്റൂ, പുതിയ ഹൈയിലേക്ക് പോകാൻ പറ്റും. അതുപോലെ ഈ പറയുന്ന സമയത്തൊക്കെ റീട്രേസ് കിട്ടുമ്പോൾ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ 0.33 0.27 ഭാഗ്യമുണ്ടെങ്കിൽ 0.23 ഈ ഏരിയയിലേക്ക് കിട്ടുമ്പോൾ നല്ല പ്രീമിയം ബയേഴ്സ് സെറ്റപ്പ് കിട്ടുകയും ഡോജിന് അത്യാവശ്യം വോള്യൂം വരും. ഇതന്നെ ഓട്ടോമാറ്റിക്കലും ബിറ്റ് കോയിൻ ആയാലും ഒരു കുതിപ്പിന് മുമ്പ് ഇങ്ങനെയുള്ളൊരു കൂളിംഗ് ഓഫ് പീരീഡ് ഉണ്ടാവണം. ആ വേൾഡ് നിങ്ങൾ ഏതായാലും ഒരു ഇറക്കുണ്ടെങ്കിൽ ഒരു കുന്നുണ്ട്, ഒരു കുന്നുണ്ടെങ്കിൽ ഇറക്കുണ്ട്, അങ്ങനെയുള്ള സെറ്റപ്പ് നോക്കിയാൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഫസ്റ്റ് റീട്രേസ് എത്രത്തോളം സ്ട്രോങ്ങിൽ നമ്മൾ ഇതാക്കുന്നുണ്ട്, അതൊന്ന് സ്ട്രോങ്ങിൽ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം. കാരണം ഈ ഒരു സമയത്ത് നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലെഗപ്പ്, ഉദാഹരണത്തിന് ഈ പറയുന്ന BTC 67 ബ്രേക്ക് ഔട്ട് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ 63 വരുമ്പോൾ ആ സമയത്ത് ബൈ ചെയ്തവനാണ് ശരിക്കും പറഞ്ഞാൽ വിജയിച്ചിട്ടുള്ളത്. അതുപോലെ ഈ സമയങ്ങളിൽ സിസ്റ്റമാറ്റിക്കായി മൂവ് ചെയ്യുന്നവനാണ് ഓട്ടോമാറ്റിക്കലി അടുത്ത ഈ പറയുന്ന Q1 ഹൈ ഉണ്ടാകുമ്പോൾ പല ആൾട്ടിൻ്റെ ഹൈ ഉണ്ടാകും. നമുക്കറിയാം പല ആൾട്ട് കോയിനൊക്കെ ഈ പറയുന്ന ഒരു കറക്ഷൻ സമയത്ത് എത്ര ശതമാനം കുറഞ്ഞത്, എത്ര നല്ല ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടിയതെന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കണം നമ്മൾ മൂവ്മെൻറ്റ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഈ ഒരു വീക്കും കൂടി നമ്മൾ സിസ്റ്റമാറ്റിക്കായി പോയി കഴിഞ്ഞാൽ പല ഇയറിലും നോക്കുമ്പോൾ ഈ വീക്കുകളൊക്കെ വളരെയധികം ബൈയിങ് ഓപ്പർച്യൂണിറ്റികളും പ്രത്യേകിച്ച് ഡിസംബർ സമയത്തൊക്കെ അതിന് ശേഷമുള്ള ഗ്രോത്തുകളൊക്കെ നമ്മൾ ഒരു ബുൾ മാർക്കറ്റ് ഫേസിന് നിങ്ങളോട് പറഞ്ഞ പോലെ 55-60 ദിവസം കൂട്ടിയാൽ പോലും ഒരു ബുൾ മാർക്കറ്റ് ഫേസിന് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. ആൾട്ടിൻ്റെ ഒക്കെ ശരിക്കും ഒരു കുറേ കമൻറ്റുകൾ കണ്ടു, ആൾട്ട് റാലി തുടങ്ങിയോ, ആൾട്ട് എപ്പോഴാണ്? അതെങ്ങനെയാണെന്ന് വെച്ചാൽ BTC ഡോമിനൻസ് ആണ്. കാരണം BTCക്ക് അത്യാവശ്യം ഡോമിനൻസ് ഉണ്ട്. ഇനിയിപ്പം ഈ പറയുന്ന പോലെ കറക്ഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം BTC ഒന്ന് കയറി ആ ഡോമിനൻസ് ലെവലിൽ ഒന്ന് ഡൗൺലോഡിലേക്ക് പോകുന്ന സമയത്തായിരിക്കും ആൾട്ടിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാവുക. കഴിഞ്ഞ 2024 ഇപ്പോൾ ഈ ജാനുവരി 1 നമ്മൾ നല്ല രീതിയിൽ ആൾട്ടിൻ്റെ ഗ്രോത്ത് കണ്ടിരുന്നു. വേറെ ആൾട്ട് മാർക്കറ്റ് ക്യാപ്പ് ഞാൻ പറഞ്ഞ പോലെ 415 ബില്യൺ ഉണ്ടായ ഒരു ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് അതിൻ്റെ പകുതിയോളം കുറഞ്ഞിട്ടുമുണ്ട് കറൻറ്റ്ലി. അപ്പോൾ ഇതും എന്ത് ചെയ്യപ്പെടും, ഒരു പുതിയ ഒരു ലെഗപ്പ് കിട്ടണമെങ്കിൽ അങ്ങനെ സെറ്റപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകളിൽ എപ്പോഴും പുതിയ ആൾക്കാരെ, പുതുതായി വരുന്നവർ, ഞാൻ 100 കയ്യിൽ പറഞ്ഞ പോലെ പുതിയ ആൾക്കാരെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അവരെ വീണ്ടും മാർക്കറ്റിൽ കൊണ്ടുവരുന്ന സെറ്റപ്പ് ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എത്താതിരിക്കുക. ഈ സമയമാണ് നമ്മൾ യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ പ്രത്യേകിച്ച് കൂടുതൽ സ്പീഡായിട്ട് പറയുന്നവർ ഇത് നമ്മൾ നിരന്തരം സംസാരിക്കും. പക്ഷേ വീക്ക് 8 ഒന്നും കൂടി ഓർമ്മപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലോസ് വരണ്ടാവുന്നതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന Q1, അതായത് ഈ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ പറയുന്ന പോലെയുള്ള ഗെയിനുകൾ ഉണ്ടാകുന്ന കോയിൻസ് സ്പെസിഫിക് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ എല്ലാ കോയിൻസിലും കൊണ്ടുപോയി ചിലപ്പോൾ ഇട്ടിട്ട് കാര്യമില്ല. ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ കുറേ ആൾക്കാർ മീം കോയിൻസിൻ്റെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, മീം കോയിൻസിൻ്റെ ബാക്കിൽ തന്നെ പോകുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർ ഏത് കോയിൻസാണ്, പ്രത്യേകിച്ച് ഷിബ് നമ്മൾ 10x ഉണ്ടായതുകൊണ്ട് തന്നെ, ഡോജും ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു 10x ഒരു മീം കോയിനാണ് NPC എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ ഈ പറയുന്ന ഒരു മാസം മുമ്പ് ഓൾ ടൈം ഹൈ ഉണ്ടാക്കുകയും മീം കോയിൻ എന്ന ഗണത്തിൽ മാത്രം ചിന്തിച്ചിട്ട് ബൈ ചെയ്യേണ്ടതാണ്. ഓൾ ടൈം ഹൈ 0.667 വരികയും അതിനുശേഷം ഇപ്പോൾ 70% ഡൗൺ ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ആ ഒരു കോയിൻ നിങ്ങളോട് പറയുമ്പോൾ തന്നെ അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഒരു ഹൈ ഉണ്ടാക്കുന്നു, പിന്നെ നേരെ ഒരു ഫുൾ ഒരു ഹാഫിൻ്റെ മുകളിൽ കുറയുന്നു, പിന്നെ അടുത്ത ഹൈ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു പാറ്റേൺ പോവുകയാണ്. നിങ്ങൾ ആ ഒരു മീം കോയിൻ എന്ന നിലയിൽ ആ ഒരു ലെവലിൽ മാത്രം ബൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് NPC എന്ന് പറയുന്നത് കറൻറ്റ്ലി ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു മീം കോയിൻ എന്ന നിലയിൽ, ഒരു മീം കോയിൻ സെലക്ഷൻ എന്ന നിലയിൽ, സ്പോട്ട് ഓപ്ഷൻസ് എന്ന നിലയിൽ NPCയും എനിക്ക് തോന്നുന്നു ഒരു 68% കുറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ബിയർ മാർക്കറ്റിലുള്ള ഒരു 6 മാസം ജൂലൈയിൽ ഞാൻ ആദ്യമായിട്ട് 10x ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എത്രയാണോ റേറ്റ്, ആ റേറ്റിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്.
കഴിഞ്ഞ ഒരു നവംബർ സമയത്ത് ഒരു 180% കയറിയിട്ട് ഇപ്പോൾ അതേപോലെ ആ കയറിയിടത്തേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അതേസമയത്ത് ആൽഗോ പോലുള്ള ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കോയിനാണ്. ആൽഗോ കോയിൻസ് 0.5 എന്ന് പറയുന്നിടത്തു നിന്ന് റിജക്ഷൻ വന്ന് 0.3533 എന്ന് പറയുന്ന പ്രീമിയം ബേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന ഏരിയകളിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അതേപോലെ ഡോജ് പറഞ്ഞ ഷിബ് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഓരോ ഏരിയ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇപ്പോൾ ഉദാഹരണത്തിന് 0.18 0.23 ഒരു ഏരിയ, 0.23 0.27 ഒരു ഏരിയ, 0.0 കൂട്ടണേ. അപ്പോൾ ആ ഒരു ഏരിയയിലേക്കും കൂടി വന്നിട്ടുണ്ട്. നമ്മൾ ഈ സമയങ്ങളൊക്കെ സിസ്റ്റമാറ്റിക്കായി ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് ഈ പറയുന്ന സമയത്ത് ഈ മാർക്കറ്റ് കുറയുന്ന കാണുമ്പോൾ ഒരിക്കലും ടെൻഷൻ സഹിക്കാൻ പറ്റാത്തവരൊക്കെ ഒരിക്കലും ബുൾ മാർക്കറ്റിൻ്റെ പീക്ക് വരെ വെയിറ്റ് ചെയ്യാതെ ഇങ്ങനെയുള്ള ലെഗപ്പുകളിൽ നിന്നും ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഹൈക്ക് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യണം, ബുക്ക് ചെയ്യുന്നതും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം എനിക്കൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 67K ഏരിയയിൽ നിന്ന് ആൾട്ടിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന BTCൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന മുമ്പ് ബൈ ചെയ്തതും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അത് ഏകദേശം ഹാഫ് പോലെ പ്രോഫിറ്റ് കുറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഇല്ല പ്രോഫിറ്റൊക്കെ പോകാൻ പോകല്ലേ എന്ന് വെച്ച് സെൽ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ചെയ്തു. പ്രത്യേകിച്ച് മാർക്കറ്റ് വളരെ ഡൗണിലേക്ക് പോകുമ്പോൾ സെൽ ഓഫ് ചെയ്യുക, അപ്പിലുണ്ടാകുമ്പോൾ സെൽ ചെയ്യാതിരിക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡുകൾ നമ്മൾ മാറ്റണം. നമ്മളൊരു ബേസിക് എത്ര കുറവെന്ന് വാങ്ങി അത് കൂടിയുള്ള വിൽക്കുന്ന ആറ്റിറ്റ്യൂഡിലേക്ക് തന്നെ മാറുക. അപ്പോൾ എല്ലാവർക്കും എല്ലപ്പോഴും ഡയമണ്ട് ഹാൻഡ് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. ചില ആൾക്കാർ പറയുന്നേക്കാം ഹോൾഡ് ബുൾ മാർക്കറ്റ് പീക്ക് വരെ ഹോൾഡ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. പക്ഷെ നമ്മളെങ്ങനെയാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, നമ്മൾ ഈ പറയുന്ന കറക്ഷൻ കാണുമ്പോൾ പേടിക്കുന്ന ഒരാളാണ്. എല്ലാവരും ഒരേ ക്യാരക്ടറൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ബേജാറാവരുത്, നിങ്ങൾ ഈ സമയം യൂട്ടിലൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് കുറയുമ്പോൾ ബൈ ചെയ്യാൻ പറ്റാത്ത കൂടുതൽ അപകടത്തിലേക്കാണോ പോക്കുക, അല്ലെങ്കിൽ മാർക്കറ്റ് കൂടുമ്പോൾ ബൈ ചെയ്യാൻ മാത്രം പറ്റുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. നോർമലായിട്ട് എനിക്കൊന്ന് 80% ജനങ്ങളും അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ആണെങ്കിൽ നിങ്ങളെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ. നിങ്ങൾക്ക് മാർക്കറ്റ് കുറയുന്നെന്ന് ഓവർ ബേജാറാവുകയും ഓവർ ടെൻഷൻ അടിക്കുകയും ചെയ്യുന്നുണ്ട്, തീരെ മെൻ്റൽ സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് സെൽ ഓഫ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് ഒരു അപ്പാവുന്ന സമയത്ത് നിങ്ങൾക്കൊരു 30-40% ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ബുക്ക് ചെയ്യുന്ന രീതിയിലേക്കാണ്. ശരിയാണ്, പണ്ട് ബിറ്റ് കോയിൻ ഉള്ളവന് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന ലെവൽ, ആ ലെവലിലെത്തുന്ന അവരുടെ മെൻറ്റാലിറ്റിയും കൂടിയാണ്. ഉദാഹരണം പറഞ്ഞാൽ 2013 ഈ പറയുന്ന ബുൾ മാർക്കറ്റ് റാലിയിൽ BTCൻ്റെ കുറയലെന്ന് പറഞ്ഞാൽ 99% ഡൗൺ ആയത് റീട്രേസുകളിലൊക്കെ. അതായത് $1 നിന്ന് $10 ആയിരുന്നെങ്കിൽ വീണ്ടും ആ ഒരു ലെവലിലേക്ക് തന്നെ തിരിച്ചെത്തിയ ആ സമയത്ത് ഹോൾഡ് ചെയ്യുന്നവൻ്റെ മെൻറ്റാലിറ്റി എന്തായിരിക്കും, എത്ര റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടാവും. കാരണം ഒരു ബേസിക്കും ഇല്ലാന്ന് ചിന്തിക്കുന്ന ഒരു കാലം എന്നിട്ട് അത് $10 ആവുക, എന്നിട്ട് അത് വീണ്ടും $1 ബിലോയിലേക്ക് പോകുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരത്രയും മെൻ്റൽ സ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ടാണ് അവർക്ക് ആ സമയത്ത് ബൈ ചെയ്തത് ഇപ്പോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും ഒരേപോലെ ഉണ്ടാവണമെന്നില്ല. ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ സ്ട്രോങ് ഇല്ല എന്ന് വെച്ചാൽ അതൊന്നും ഒരു മോശമുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അവിടുന്ന് ഒന്ന് സ്ട്രോങ് ആയുള്ള ശ്രമങ്ങൾ നടത്തുക. രണ്ടാമത് ഞാൻ സ്ട്രോങ് അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് യൂസ്ഫുൾ ആക്കാം, എങ്ങനെ ഞാനത് എനിക്ക് ഓക്കെ ആവുന്ന രീതിയിലേക്ക് മാറ്റാം എന്നുള്ള ആറ്റിറ്റ്യൂഡുകളും കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ ഇത്തരം കറക്ഷനിൽ നിന്ന് വാങ്ങുന്ന കോയിൻസ് ഹൈക്കുകൾ ഇപ്പോൾ 50-100% അല്ലെങ്കിൽ 80% പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി എങ്ങനെയാണ്, കറക്ഷൻസ് ഇനിയും വരും. അതായത് ഇത് ഫസ്റ്റ് കറക്ഷനായിട്ട് നമുക്ക് കൂട്ടിയാൽ ബുൾ മാർക്കറ്റിൻ്റെ ഇടയിൽ നിരന്തര കറക്ഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു കറക്ഷനാണ് നമുക്ക് ഏറ്റവും ബാർഗെയിങ് ഓപ്ഷൻ, അതായത് ബെസ്റ്റ് റിസ്ക് റിവാർഡ് റേഷ്യോ കുറഞ്ഞിട്ടുള്ള കറക്ഷൻ ഇതായിരിക്കും. പിന്നീട് അങ്ങോട്ടുള്ള കറക്ഷൻ സമയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് വരും. പിന്നെ അതുവരെ കാണാത്ത പുതിയ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് മാർക്കറ്റിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഒരു ചെറിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി പറയാമെന്നല്ലാണ്ട് ഓട്ടോമാറ്റിക്കലി ഞാൻ നിങ്ങളോട് പറയാമല്ലോ, ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ബുൾ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ഫേസ് ഓഫ് കറക്ഷനാണ്. അപ്പോൾ ഈ ഒരു ഫേസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുക, കോൺഫിഡൻറ്റോടെ പേ ചെയ്യാൻ പറ്റൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യപ്പെടാമെന്ന് പറഞ്ഞാൽ പേ ചെയ്തുകൂടാന്നല്ല, ഞാൻ പറയുന്ന റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കുമ്പോൾ ഈ ഒരു റീട്രേസ് ആണ് ബെസ്റ്റ് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമയം ഈ വീക്കൊക്കെ മാക്സിമം ഹൈ ലിവറേജ് 10x ലിവറേജ് ഒഴിവാക്കി 3x മാത്രം മാറിക്കഴിഞ്ഞ് പൊട്ടൻഷ്യലുള്ള കോയിൻസ്, അതേപോലെ സോൾ പോലുള്ള അല്ലെങ്കിൽ XRP പോലുള്ള അങ്ങനെയുള്ള കുറച്ചും കൂടി മാർക്കറ്റ് ക്യാപ്പുള്ള കോയിൻസിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ച് ഫ്യൂച്ചർ ചെയ്യുന്നവരാണെങ്കിൽ അവരങ്ങനെ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഈ പറയുന്ന ഹെവി വോളിയം ഇട്ട് കഴിഞ്ഞാൽ വോളിയം കുറയുന്ന ഇടയിൽ എന്തെങ്കിലും പറ്റിപ്പോയാൽ, കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഏകദേശം എത്രയോ ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഫ്ലഷ് ഔട്ട് ചെയ്തതാണ്. മാർക്കറ്റിൽ നിന്ന് പോകുന്നത്. നമ്മൾ അതിൽ പെടരുത്, സൂക്ഷിച്ച് നിൽക്കുക. നമുക്ക് ഈ സമയം കടന്നു പോയാൽ നല്ലൊരു സമയത്തിലേക്കാണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു ഫേസ് ഉണ്ടെങ്കിലേ ബിറ്റ് കോയിന് മൂവ് ചെയ്യാൻ പറ്റും. 6-7 മാസം പോസ്റ്റ് ഹാൾവിങ് റീഅക്യുമുലേഷൻ ഉണ്ടായത് കൊണ്ടാണ് BTC 100K എത്തിയത്. അങ്ങനെ ഒരു മാസം ആയിരുന്നെങ്കിൽ ഒരിക്കലും പറഞ്ഞാൽ BTC എന്ത് ചെയ്യപ്പെടില്ല, 100K എത്തൂല എന്നുള്ള ആ ഒരു ചിന്തയാണ് നമുക്ക് വേണം. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ. നമ്മളിപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, നമ്മൾ എത്രത്തോളം അതിൽ എഫേർട്ട് ഇടുന്നുണ്ടോ, എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ അതനുസരിച്ച് റിസൾട്ട് ഉണ്ടാവും. അല്ലാണ്ട് ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം റിസൾട്ട് ഉണ്ടെങ്കിൽ പിന്നെ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് അർത്ഥമില്ലാതായി പോകും. അതുപോലെ ഈ പറയുന്ന പീരീഡൊന്നും ഇല്ലാതിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രീമിയം പേഴ്സൺ അട്രാക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, ബൈ.